ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ നനച്ചത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ചുവന്ന അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും. ശർക്കരയോ പഞ്ചസാരയോ എന്തായാലും നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് കൊണ്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നൈസായിട്ട് അരിഞ്ഞു ചേർക്കേണ്ടതാണ്. ഒരു പാത്രത്തിലേക്ക് നേരത്തെ എടുത്തു വെച്ച് ചേർത്താലും മതിയാകും. ഏലക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് 1-2 പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവലിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ചെറിയ പഴങ്ങൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. പഴം ഇതുപോലെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞു ചേർക്കുക. ചെറുപഴം ഇല്ലെങ്കിൽ ഏത്തപ്പഴം ചേർത്താലും മതിയാകും. ഇതുണ്ടാക്കുമ്പോൾ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഏറ്റവും അധികം ചായയുടെ കൂടെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒന്നാണ് അവൽ നനച്ചത്. പഴം അരിഞ്ഞ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഴം, ശർക്കര, തേങ്ങ അവലിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവൽ നനച്ചത് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാൻ തേങ്ങാവെള്ളം അല്ലെങ്കിൽ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ അവൽ നനച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കല്ലേ.